Hi guys, once again welcome back to Unified. പുതിയൊരു എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചറ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ക്ലാസ് 9 ഫിസിക്സിലെ ചാപ്റ്റർ സോറി ക്ലാസ് 9 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 10 ടോപ്പ് 10 മാർക്ക് വൈസ് പ്രഡിക്ഷൻ ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നോക്കിയാലോ, ഓരോ ചോദ്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട് കേട്ടോ. ഞാൻ ആൻസർ ഒന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയില്ല, പക്ഷെ നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാട്ടോ. ഒന്നാമതായിട്ട് വരുന്ന ചോദ്യം എന്താ അറിയോ, 1 മാർക്ക് ഈസി റീകോൾ ആയിട്ട് നമുക്ക് ചെയ്യാം. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് പ്രോട്ടോൺ? പ്രോട്ടോണിന്റെ ചാർജ് എന്താണെന്ന് ചോദിക്കും. ആൻസർ കൊടുത്തിട്ട് പോസിറ്റീവ് ആണ്. നെക്സ്റ്റ്, ഹു ഡിസ്കവർ ദ ഇലക്ട്രോൺ? ആരാണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തിട്ടുള്ളത്? അത് ജെ തോംസൺ ആണ്. ഓർത്ത് വെക്കാട്ടോ. ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ്. അടുത്തത് പിന്നീട് വരുന്നത് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. 2 മാർക്കിന്റെ ചോദ്യം, എന്താണ് ഐസോട്ടോപ്പ് എന്നും ഐസോട്ടോപ്പിന്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പഠിച്ചു വെക്കുക. 9ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് അത് പഠിച്ചു വെക്കുക. അടുത്തത് നോക്കാം, വാട്ട് ആർ ദ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾ? ഒരു ആറ്റത്തിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ 3 അതിനെ ഒന്ന് എഴുതി കൊടുക്കുക. അതാണ് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഷോർട്ട് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചത്. 3 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന്റെ അതിനെ കുറിച്ച് ചെറുതാക്കി ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്തെടുക്കണം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കണം. റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ ചോദിച്ചു വെക്കുക, അല്ലെ പഠിച്ചു വെക്കുക. അതിൽ എന്താണ് ആൽഫ പാർട്ടിക്കിൾ വിത്തൗട്ട് എനി ഡീവിയേഷൻ മുഖേനാണ് പോയിട്ടുള്ളത്. അതേപോലെ ചെറുത് മാത്രം കുറച്ച് ഡീവിയേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലും കുറച്ച് ഫ്യൂ ആയിട്ടാണ് റിഫ്ലക്റ്റഡ് ബാക്ക് ഒക്കെ വന്നിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നീട് അടുത്ത ചോദ്യം, റൈറ്റ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ റുദർഫോർഡ് ആൻഡ് ബോർ ആറ്റം മോഡൽ. അതായത് റുദർഫോർഡിന്റെയും ബോർ മോഡലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതും എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി 4 മാർക്കിന്റെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്ത്, നമ്മുടെ കമ്പയർ തോംസൺ, റുദർഫോർഡ് ആൻഡ് ബോർ ആറ്റം മോഡൽസ്. അതായത് തോംസന്റെ ജെ തോംസന്റെയും റുദർഫോർഡിന്റെയും ബോറിന്റെയും എന്ത് ചെയ്യാം, അവരുടെ മോഡലുകൾ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇതാണ് എന്ത്, നിങ്ങളുടെ ക്ലാസ് 9 ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് നൽകാൻ സാധിക്കുന്ന 10 ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ എക്സാമിന് പോകാൻ ശ്രമിക്കുക. സോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തെടുക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ, ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മുടെ ഈ ഒരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഒക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഉഷാറാക്കുക. സോ എല്ലാവർക്കും ബൈ. താങ്ക് യു. നമ്മുടെ ഓണം എക്സാം അടുത്തെത്തി, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ നമ്മൾ യൂണിഫൈനോടൊപ്പം ഉണ്ട്. പ്രഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ, നമ്മുടെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നോട്ട് ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുള്ള എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.